ഏതായാലും നമുക്കിപ്പോൾ നമ്മൾക്ക് ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കും, നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മുടെ സെലിബ്രിറ്റികളായിരുന്നു എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. നമ്മുടെ മുൻ ചീഫ് സെക്രട്ടറിമാർ രണ്ടുപേരും മാം, അതെ, മുൻ ചീഫ് സെക്രട്ടറിമാരാണ്, നമ്മുടെ പ്രിയപ്പെട്ട ദമ്പതികൾ കൂടിയാണ്. അപ്പോൾ ഏത് രീതിയിലാണ് ഈ ഒരു സർക്കാരിൻ്റെ ഭാഗം കൂടിയായിരുന്നവർ എന്ന നിലയിൽ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ എങ്ങനെയാണ് കാണുന്നത്? ഇതൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ്. കാരണം ഓരോ ജില്ലയിലും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി തന്നെ ബാക്കി മന്ത്രിമാരുടെ എല്ലാവരുടെയും കൂടെ ആ സാന്നിധ്യത്തിൽ എന്തെല്ലാം ചെയ്തു എന്ന് അക്കമിട്ട് പറയുന്ന ഒരു പ്രക്രിയ, അത് തന്നെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. കാരണം ജനങ്ങളോട് റിപ്പോർട്ട് ചെയ്യുകയാണല്ലോ ചെയ്യുന്നത്. അതിനിടയിൽ തന്നെ ആശയങ്ങളുണ്ടാവാം, നിർദ്ദേശങ്ങളുണ്ടാവാം, പരാതികളുണ്ടാവാം. ഏതെങ്കിലും പരിപാടികൾ നന്നായി നടക്കുന്നില്ലെങ്കിൽ അത് ഇന്നതുപോലെ നന്നാക്കാൻ സാധിക്കുമെന്നുള്ള അഭിപ്രായങ്ങളുണ്ടാവാം. ഇതെല്ലാം ഒരുമിച്ച് വാങ്ങാനുള്ള ഒരു അവസരം കൂടിയാണ്. എങ്ങനെയാണ് മാം, കാരണം ഈ എല്ലാ വിഭാഗത്തിലുള്ളവരും നമ്മൾ ഒരുമിച്ച് കാണുകയാണ്. കാരണം പ്രത്യേക ഒരു വിഭാഗത്തിൻ്റെ ഒരു പരിഗണന എന്നുള്ളതല്ല, എല്ലാവരെയും ഒരുമിച്ച് കണ്ട് അവരുടെ പ്രശ്നങ്ങൾ കേട്ട് അത് പരിഹരിച്ച് മുന്നോട്ട് പോകുക. അതെ, സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം നല്ല പ്രവർത്തനം ചെയ്യണമെന്ന് മാത്രമല്ല, നല്ല പ്രവർത്തനം കാഴ്ചവെക്കണം. അപ്പോൾ അത് കാണേണ്ടതായിട്ടുണ്ട്, അറിയേണ്ടതായിട്ടുണ്ട് എന്ന് മാത്രമല്ല, ഇപ്പോൾ ഓരോന്നും ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഇപ്പം പ്രശ്നങ്ങൾ പലതും ഉന്നയിക്കുമ്പോൾ ആ പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടുകൊണ്ടിരിക്കുകയും കൂടിയും ചെയ്യുന്നുണ്ടാവും. അപ്പോൾ അത് വിവരിക്കാനായിട്ടുള്ള ഒരു അവസരം കൂടിയാണല്ലോ. സർക്കാരിൻ്റെ ഭാഗമായിരുന്നപ്പോൾ നൽകാൻ ചെയ്തു തീർക്കാൻ പറ്റാത്ത കാര്യങ്ങൾ അതൊക്കെ നിർദ്ദേശങ്ങളായിട്ട് അവതരിപ്പിക്കുന്നുണ്ടോ? എഴുതി കൊടുക്കാം.